തിരിച്ചിരിക്കുകയാണ്. യുഡിഎഫിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത നിതീഷിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത സാധാരണക്കാരായ പോരാളികളടക്കമുള്ള കൂട്ടുകാരി ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. പുതിയ സൈന്യവും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. അതുകൊണ്ട് പുതിയ സൈന്യവും ഈ വരുന്ന 5 വർഷം കൊണ്ട് പയ്യന്നൂരിലെ ഈ സ്ഥലങ്ങളിലെ പുതിയ സൈന്യവും ഇവിടെ സ്പർദ്ധയിൽ പ്രസംഗത്തിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു ചരിത്ര വിജയമാണ്. സ്ഥാനാർത്ഥിയാകാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ ഒരു വിജയപ്രതീക്ഷയുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, വിജയിക്കാൻ ആയിരുന്നില്ല എന്റെ മത്സരം. ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു, ഒരു സമരത്തിന്റെ ഭാഗമായിരുന്നു എന്റെ മത്സരം. ഐക്യജനാധിപത്യ മുന്നണി നിരുപാധികമായ പിന്തുണ എനിക്ക് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ഞാൻ പര്യടന പരിപാടിയുടെ ഭാഗമായി പലയിടത്തും സൂചിപ്പിച്ചത്, എനിക്ക് CPM-നകത്ത് നിന്ന് ലഭിക്കുന്ന വോട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ലഭിക്കുന്ന വോട്ടും കൂട്ടിച്ചേർത്താൽ ഈ പയ്യന്നൂരിൽ ഒരു ചരിത്ര വിജയം കരസ്ഥമാക്കാൻ അന്ന് തന്നെ സൂചിപ്പിച്ചതാണ്. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ വിജയം കേവലം നമ്മുടെ മാത്രം ഒരു വിജയമല്ല. ഞാൻ CPM-നകത്ത് 50 വർഷക്കാലം പാർട്ടി മെമ്പറായി പ്രവർത്തിച്ച ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം പാർട്ടിക്കകത്ത് നടത്തി. അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് കണ്ടപ്പോഴാണ് ബഹുജനങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ സന്നദ്ധമായത്. അതിന്റെ ഫലമായിട്ടാണ് എന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. എത്രയാളുകളെ CPM-ൽ പുറത്താക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. എന്റെ അടുത്ത് P. പുരുഷോത്തമൻ നിൽക്കുന്നുണ്ട്. P. പുരുഷോത്തമന് ഈ അടുത്ത ദിവസം CPM പുറത്താക്കിയവരാണ്. പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന്. എന്താ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയത്? ഞാനൊരു പുസ്തകമെന്ന് ആ പുസ്തകത്തിന്റെ പ്രകാശനം ഗാന്ധി പാർക്കിൽ വെച്ച് നടത്തി. ആ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു എന്നതാണ് ഈ പുരുഷോത്തമൻ ചെയ്ത കുറ്റം. മറ്റൊരു കുറ്റവും ചെയ്തിട്ടില്ല. അദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടു. വിശദീകരണ നോട്ടീസിന് മറുപടി നൽകി. നിങ്ങളുടെ മറുപടി തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ എനിക്ക് വേണ്ടി പ്രചരണ വാഹനം വാടകയ്ക്ക് നൽകിയ സഖാവ് കുഞ്ഞികൃഷ്ണൻ ഇവിടെയുണ്ട്. ഇവിടെ എന്റെ മുമ്പിലുണ്ട് കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം ഒരു ടെമ്പോ ഡ്രൈവറാണ്. സ്വന്തമായി വാഹനം വാടകയ്ക്ക് കൊടുക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ വാഹനം ഞാൻ പ്രചരണത്തിന് വേണ്ടി വാടകയ്ക്കെടുത്തു എന്നതാണ്. അദ്ദേഹത്തെ പങ്കെടുപ്പിച്ച് ഭ്രാന്തി യോഗം ചേർന്ന് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വരും എന്നത് അവരാലോചിക്കുന്ന വിഷയമാണ്. കാരണം ഈ വിജയത്തിൽ വലിയ വിഭാഗം വോട്ട് CPM-നകത്ത് മെമ്പർമാരുടെയും അനുഭാവികളുടെയുമാണ്. തർക്കവുമില്ല. UDF-ന്റെ വോട്ട് കൊണ്ട് മാത്രമല്ല നാം ജയിച്ചത് എന്ന് നമുക്കറിയാം. കാരണം UDF-ന് ഈ മണ്ഡലത്തിലുള്ള വോട്ടിനെ കുറിച്ച് UDF-ന്റെ നേതാക്കന്മാർക്ക് നല്ല ധാരണയുള്ളതാണ്, ജനങ്ങൾക്കും ധാരണയുള്ളതാണ്. അതിന്റെ കൂടെ
ഈ പാർട്ടിക്കകത്ത് CPM-നകത്ത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങളോട് അനുകൂലമായി ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത ജനങ്ങളുടെ വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഉജ്ജ്വലമായ വിജയം ഈ മണ്ഡലത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ചരിത്ര വിജയം പയ്യന്നൂരിന്റെ സമഗ്രമായ മാറ്റത്തിന് വേദിയാക്കാൻ ഉപകരിക്കുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാൻ നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ കൂടെ ഒരു MLA എന്ന നിലയിൽ എല്ലാ സമയത്തും ഒരാളായി ഞാൻ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ട് ഈ വിജയത്തിൽ ആഹ്ലാദം പങ്കിടാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ല മനസ്സുകളെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്ത് അതോടൊപ്പം തന്നെ എന്റെ വിജയത്തിന് വേണ്ടി വോട്ട് ചെയ്ത പയ്യന്നൂർ മണ്ഡലത്തിലെ ജനങ്ങളെ ആകെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അതോടൊപ്പം ജയിച്ചു കഴിഞ്ഞാൽ MLA എന്നത് മണ്ഡലത്തിലെ മുഴുവൻ ആളുകളുടെയും MLA ആണ്. ആ നിലയിലേക്ക് ഞാൻ സന്നദ്ധമാകും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ആഹ്ലാദ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പോയി ആ പുസ്തകം വായിച്ചു എന്നതുകൊണ്ടാണ് നമ്മുടെ പുരുഷേട്ടനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പുരുഷേട്ടൻ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കും. കാരണം ഈ പയ്യന്നൂർ മണ്ഡലത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് BJP കോൺഗ്രസും ഒന്നിച്ച് നിന്നാലും CPM ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കുന്ന ഒരു മണ്ഡലമാണ് പയ്യന്നൂർ എന്ന് പറയുന്നത്. ആ മണ്ഡലത്തിൽ ഏകദേശം 7000-അധികം വോട്ട് ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. 7000-അധികം വോട്ട് വിജയിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ മസൂദൻ ഈ മണ്ഡലത്തിൽ ജയിക്കുന്നത് 6 ലക്ഷം വോട്ടുകൾക്കാണ്. ഈ 6 ലക്ഷം വോട്ടുകളുടെ മറികടന്ന് 7000-അധികം വോട്ടിന് BJP ഇപ്പോൾ ജയിച്ചിരിക്കുകയാണ്. ഇതൊരു സാധാരണ വിജയമല്ല. ഈ വിജയം എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ ഒരു വിജയമാണ്. ഇത് അഴിമതിക്കെതിരെ ജനങ്ങളുടെ ഒരു വിജയമാണ്. ഇത് സത്യത്തിൽ നീതിക്ക് വേണ്ടിയുള്ള വിജയമാണ്. അപ്പോൾ ഈ വിജയം എന്ന് പറയുന്നത് ഇവരാരും അഹങ്കാരം കാണില്ല. ഇപ്പോൾ UDF-ന്റെ പ്രവർത്തകന്മാർ അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ള പ്രവർത്തകന്മാരൊക്കെ ആരും അഹങ്കാരം കാണിക്കേണ്ട കാര്യമില്ല. നമുക്ക് സന്തോഷിക്കാം, നമുക്ക് കുറച്ച് സന്തോഷിക്കാം. അതിൻ്റെ മേലെ ആരും അഹങ്കാരം കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്ന MLA പയ്യന്നൂരിലെ MLA ആയിരുന്നു. നിങ്ങൾക്ക് രാഷ്ട്രീയ കക്ഷികളിറങ്ങിയ എല്ലാ ആളുകൾക്കും ആളുകളുടെ പ്രശ്നങ്ങൾ പറയാനും സംസാരിക്കാനും പറ്റുന്ന ഒരു MLA ആയി കുഞ്ഞിക്കൃഷ്ണൻ മാറും. പയ്യന്നൂരിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയുന്ന UDF നേതാക്കളും എല്ലാവരും ആലോചിച്ച് ഏതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ആലോചിക്കും. ആ നിലയിൽ കുഞ്ഞിക്കൃഷ്ണൻ വളരെ മെച്ചപ്പെട്ട MLA വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെല്ലാ വിഭാഗം ജനങ്ങളെയും പിന്തുണ അതിലുണ്ടാകണം എന്ന അഭ്യർത്ഥനയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. പയ്യന്നൂരിലെ ജനാധിപത്യ വിശ്വാസികളെ സുഹൃത്തുക്കൾ, സഖാവ് വി കുഞ്ഞിക്കൃഷ്ണൻ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറെടുത്ത് വരുമ്പോൾ കേരളത്തിലെ UDF നേതൃത്വം ഒറ്റക്കെട്ടായ തീരുമാനമെടുത്തു. വി കുഞ്ഞിക്കൃഷ്ണന് പിന്തുണ നൽകുക എന്നതാണ്. വി കുഞ്ഞിക്കൃഷ്ണൻ UDF-ന്റെ ഭാഗമായിട്ടോ വി കുഞ്ഞിക്കൃഷ്ണൻ UDF-ന്റെ പിന്തുണ അഭ്യർത്ഥിച്ചോ അല്ല.
ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിക്കുക എന്നുള്ള രാഷ്ട്രീയമാണ് കേരളത്തിൽ ആകമാനം അവലംബിച്ചത് എങ്കിൽ ആ ചേർത്ത് പിടിക്കലിലൂടെ അമ്പലപ്പുഴയിലെ സുധാകരനെയും അതുപോലെ തന്നെ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനെയും ജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. കണ്ണൂർ ജില്ലക്കകത്ത് തിരുത്താൻ തയ്യാറല്ലാത്ത നേതൃത്വത്തെ തിരുത്താൻ ഇവിടുത്തെ പയ്യന്നുള്ള CPM അണികൾ പോലും തയ്യാറെടുത്തിട്ടുണ്ട് എങ്കിൽ ആ തിരുത്തലിന് ശക്തി പോരെങ്കിൽ പയ്യന്നൂര് മാത്രമല്ല നാളെ ഈ സംസ്ഥാനത്താകമാനം ആടിയൊഴുകുന്ന പ്രസ്ഥാനമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന CPIM മാറുമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾക്ക് സഖാവ് വി കുഞ്ഞികൃഷ്ണനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മുഴുവൻ ആളുകൾക്കും ഒരൂരും പറയാം, തൊട്ടടുത്താണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം. TK ഗോവിന്ദൻ മാസ്റ്റർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞത് കേൾക്കാതെ തൻ പ്രമാണിത്വത്തിനും അതുപോലെ തന്നെ സ്വജനപക്ഷപാതത്തിനും നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മാറ്റിക്കാൻ തീരുമാനിച്ചപ്പോൾ അവർക്കെതിരെ അതിശക്തമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ച് കടന്നുവന്ന് ഇന്ന് 12,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തളിപ്പറമ്പിനകത്ത് CPM നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ TK ഗോവിന്ദൻ മാസ്റ്റർ ജയിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട പയ്യന്നൂരിലെ ജനാവലിയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഏത് മനക്കോട്ടയും ഏത് കോട്ടയും തകർത്തെറിയാൻ സാധിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്, പയ്യന്നൂരിലുള്ളത്. അതിന്റെ തീരുമാനമാണ്, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കുഞ്ഞികൃഷ്ണന്റെ 7,487 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് ഹിന്ദ്.